ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5 ശ്ലോകങ്ങൾ ഫലശ്രുതി പഠിച്ചു. ഫലശ്രുതിയുടെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം ശ്ലോകങ്ങൾ ഒന്ന് വായിക്കാം. ആദ്യം 3 ശ്ലോകങ്ങൾ ഒന്നിച്ച് വായിച്ച് ഒന്നിച്ചർത്ഥം പറയാം. കാരണം 3ൻ്റെ അർത്ഥം ഒരുമിച്ചാണ്. അതുകൊണ്ട് 3 ശ്ലോകങ്ങൾ. 6. ഭക്തിമാന്യ സദോത്ഥായ ശുചിസ്ഥൽഗതമാനസഃ സഹസ്രം വാസുദേവസ്യ നാംനാമേതത് പ്രകീർത്തയേത്. 6ാമത്തെ ശ്ലോകം. യശ പ്രാപ്നോതി വിപുലം ജ്ഞാതി പ്രാധാന്യമേവ ച അചലാം ശ്രിയമാപ്നോതി ശ്രേയ പ്രാപ്നോത്യനുത്തമം. 7ാമത്തെ ശ്ലോകം. 8ാമത്തെ ശ്ലോകം. നഭയങ്കുചിതാപ്നോതി വീര്യം തേജശ്ച വിന്ദതി ഭവത്യരോഗോ ദ്യുതിമാൻ ബലരൂപഗുണാന്വിതഃ. അതായത് 6ാമത്തെ ശ്ലോകത്തിൽ ഭക്തിമാൻ, ഭക്തിമാൻ ഏതൊരുവനാണോ ഭക്തിയോടുകൂടി, അചഞ്ചലമായ ഭക്തിയോടുകൂടി മഹാവിഷ്ണുവിനെ എല്ലാ ദിവസവും നേരത്തെ ഉണർന്ന് സദോത്ഥായ, അതായത് നല്ല ഒരു മനുഷ്യൻ ഭക്തിയോടുകൂടി എല്ലാ ദിവസവും നേരത്തെ ഉണർന്ന് ശുചിസ്ഥൽഗതമാനസഃ, മനസ്സിനെയും ശരീരത്തെയും ദേഹശുദ്ധി വരുത്തി എന്നെടുക്കാം. തൽഗതമാനസഃ, മനസ്സിനെയും ശരീരത്തെയും ശുദ്ധി വരുത്തി വിഷ്ണുവെങ്കൽ മനസ്സ് ദൃഢീകരിച്ച്, അതായത് ഏകാഗ്ര ഭക്തിയോടുകൂടി ഈ 1000 നാമങ്ങൾ, ഭഗവാന്റെ ഈ 1000 നാമങ്ങൾ ശ്രദ്ധയോടെ മൗനമായിട്ടോ, അതായത് ചുണ്ടുകൾ അനക്കി മൗനമായിട്ടോ ഉച്ചത്തിലോ ചൊല്ലിയാൽ അവന് അപാരമായ കീർത്തി ലഭിക്കുന്ന. ആദ്യത്തെ ശ്ലോകത്തിൽ നാമേതത് പ്രകീർത്തയേത്, കീർത്തിക്കുകയാണെങ്കിൽ. ഭക്തിമാൻ സദോത്ഥായ, രാവിലെ എഴുന്നേറ്റ് ഭക്തിയോടുകൂടി ദേഹശുദ്ധി വരുത്തിയതിന് ശേഷം ശുചിസ്ഥൽഗതമാനസഃ സഹസ്രം വാസുദേവസ്യ, സഹസ്രം 1000 വാസുദേവസ്യ, വാസുദേവൻ്റെ, അതാണ് ഇവിടെ പറഞ്ഞ നാമേതത്, ഈ നാമങ്ങൾ. ഏത്? ഈ സഹസ്രനാമം. പ്രകീർത്തിച്ചാൽ എന്തു വരും? യശപ്രാപ്നോതി വിപുലം, വിപുലമായ യശസ്സിനെ ലഭിക്കുന്നു എന്ന് 2ാമത്തെ ശ്ലോകത്തിൽ. യശപ്രാപ്നോതി വിപുലം ജ്ഞാതി പ്രാധാന്യമേവ ച അചലാം ശ്രിയമാപ്നോതി ശ്രേയ പ്രാപ്നോത്യനുത്തമം. അതായത് കീർത്തി ലഭിക്കും, പിന്നെ ബന്ധുക്കളുടെ ഇടയിൽ പ്രധാന സ്ഥാനം ലഭിക്കും. അതാണ് വിപുലം ജ്ഞാതി പ്രാധാന്യമേവ, പ്രധാനിയായിത്തീരും, പ്രധാന സ്ഥാനം ലഭിക്കും, സ്ഥിരമായ സൗഭാഗ്യങ്ങളുണ്ടാകും. അതാണ് ഇവിടെ പറഞ്ഞത്. ശ്രിയമാപ്നോതി, അചലാം ശ്രിയമാപ്നോതി, ശ്രേയസ് ലഭിക്കും. പിന്നെ 8ാമത്തെ ശ്ലോകത്തിൽ ഭയം ക്വചിതാപ്നോതി വീര്യം തേജശ്ച വിന്ദതി ഭവത്യരോഗോ ദ്യുതിമാൻ ബലരൂപഗുണാന്വിത. ക്വചിതാപ്നോതി എന്നൊക്കെ പറഞ്ഞാൽ ഭയം അവനെ തീണ്ടുകയില്ല എന്ന് പറയും. ഭയം ക്വചിത്, ഒരിക്കലും ഭയമുണ്ടാകുകയില്ല എന്നർത്ഥം. പിന്നെ അടുത്ത ഇതിൽ വീര്യം തേജശ്ച വിന്ദതി, വീര്യവും തേജസ്സും ഉണ്ടാകുന്നു. ഭവത്യരോഗോ ദ്യുതിമാൻ, അരോഗം, രോഗമില്ലാത്തവനായിത്തീരുന്നു. പിന്നെയോ ദ്യുതിമാൻ ബലരൂപഗുണാന്വിത. ദ്യുതി എന്ന് പറഞ്ഞാൽ കാന്തി, ശോഭ, സൗന്ദര്യം എന്നൊക്കെ. അവൻ കാന്തിയുള്ളവനും ബലം, രൂപം, ഗുണം എന്നിവയാൽ അനുഗ്രഹീതനുമായി തീരുന്നു എന്നർത്ഥം.
അടുത്തത് 9ാമത്തെ ശ്ലോകം. രോഗാർത്തോ മുച്യതേ രോഗാത് ബദ്ധോ മുച്യേത ബന്ധനാത്. രോഗം ഉള്ളവൻ്റെ രോഗം മാറിക്കിട്ടുന്നു, രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നു. മുച്യത എന്ന് പറഞ്ഞാൽ മോചിക്കുന്നു, രോഗത്തിൽ നിന്ന് മോചിതനാകുന്നു. ബദ്ധോ മുച്യേത ബന്ധനാത്, ബന്ധിക്കപ്പെട്ട ഒരുത്തൻ ആ ബന്ധത്തിൽ നിന്നും മോചിതനാകുന്നു. ഭയാൻ മുച്യേത ഭീതസ്തു, ഭയാത് മുച്യേത ഭീതസ്തു, ഭയത്തിൽ പെട്ടുപോയ ഒരുത്തൻ്റെ ഭയത്തിൽ നിന്നും മോചിതനാകുന്നു. മുച്യേത ആപന്നെ ആപതക, ആപത്തിൽപ്പെട്ട ഒരുത്തന് ആപത്തിൽ നിന്നും മോചിതനാകുന്നു എന്ന് 9ാമത്തെ ശ്ലോകം. അതിൻ്റെ അർത്ഥം രോഗത്താൽ വിഷമിക്കുന്നവൻ രോഗത്തിൽ നിന്നും വിമുക്തനാകുന്നു, സംസാരബന്ധത്തിൽപ്പെട്ടുഴലുന്നവൻ അതിൽ നിന്നും വിടുവാനുള്ള ആരോഗ്യം വൈരാഗ്യം നേടുന്നു. ദാരിദ്ര്യം, ശത്രുക്കൾ എന്നീ ഭയത്താൽ മനസമാധാനമില്ലാത്തവർക്ക് അതിൽ നിന്ന് മോചിതനാകുന്നു. ആപത്തിൽപ്പെട്ടവർ ആപത്തിൽ നിന്ന് രക്ഷ നേടുന്നു എന്ന് 9ാമത്തെ ശ്ലോകം. ഇനി 10ാമത്തെ ശ്ലോകത്തിൽ ദുർഗാണ്യ അതിതരത്യാശു പുരുഷോത്തമം. ഭക്തിയോടെ നിത്യവും ഈ പുരുഷോത്തമനെ സ്തുവൻ നാമ സഹസ്രേണ നിത്യം ഭക്തി സമന്വിത. നിത്യവും ഭക്തിയോടെ ഈ പുരുഷോത്തമനെ സഹസ്രനാമം കൊണ്ട് സ്തുതിക്കുന്നവൻ ഏതു വിഷമത്തെയും വേഗം മറികടക്കുന്നു എന്ന് 10ാമത്തെ ശ്ലോകം. ദുർഗാണ്യ അതിതരത്യാശു പുരുഷോത്തമം സ്തുവൻ നാമ സഹസ്രേണ നിത്യം ഭക്തി സമന്വിത. ഭക്തിയോടുകൂടി ചൊല്ലുന്നവൻ, ഈ സഹസ്രനാമം ചൊല്ലുന്നവൻ ഏത് വിഷമത്തെയും വേഗം മറികടക്കുന്നു എന്ന് 10ാമത്തെ ശ്ലോകം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ ബാക്കി 10 ശ്ലോകം, പക്ഷേ ഇതിനെ ഒന്നും കൂടി ഒന്ന് ഉറപ്പിച്ചു തരാം. അതായത് 6, 7, 8 ഭക്തിമാന്യ സദോത്ഥായ ശുചിസ്ഥൽ ഗതമാനസഹ സഹസ്രം വാസുദേവസ്യ നാംനാമേത പ്രകീർത്തേത് യശപ്രാപ്നോതി വിപുലം ജ്ഞാതി പ്രാധാന്യമേവ ച അചലാശ്രിയമാപ്നോതി ശ്രേയപ്രാപ്നോത്യനുത്തമം ന ഭയം ക്വചിതാപ്നോതി വീര്യം തേജശ്ച വിന്ദതി ഭവത്യാരോഗോ ദ്യുതിമാൻ ബലരൂപഗുണാന്വിത. വിഷ്ണുഭക്തനായ യാതൊരാൾ വെളുപ്പിനെഴുന്നേറ്റ് കുളിച്ച് ശുദ്ധനായി ഈ വിഷ്ണു സഹസ്രനാമം കീർത്തനം ചൊല്ലുന്നുവോ അവന് വലിയ കീർത്തിയുണ്ടാകും, ബന്ധുക്കളുടെ ഇടയിൽ പ്രാമാണിത്വം ലഭിക്കും, സ്ഥിരമായ ഐശ്വര്യമുണ്ടാകും, സർവ്വശ്രേയസ്സുകളും ഉണ്ടാകും, അവൻ അല്പം പോലും ഭയമുണ്ടാകയില്ല, വീര്യവും തേജസ്സും ലഭിക്കുന്നു, രോഗം അവനെ തീണ്ടുകയേയില്ല. കാന്തി, ബലം, സൗന്ദര്യം, ഗുണം എന്നിവ തികഞ്ഞവനായി അവൻ അനുഗ്രഹീതനായി തീരുകയും ചെയ്യുന്നു. 9ാമത്തെ ശ്ലോകം. രോഗാർത്തോ മുച്യതേ രോഗാത് ബദ്ധോ മുച്യേത ബന്ധനാത് ഭയാൻ മുച്യേത ഭീതസ്തു മുച്യേതാപന്യാപതഃ. രോഗം കൊണ്ട് ദുഃഖിക്കുന്നവനും രോഗശാന്തി ലഭിക്കുന്നു, സംസാരബന്ധത്തിൽ പെട്ടുഴലുന്നവന് അതിൽ നിന്ന് മോചനം ലഭിക്കുന്നു, ഭീരുവിൻ്റെ ഭയം മാറുന്നു, ആപത്തിൽപ്പെട്ടവൻ്റെ ആപത്തകലുന്നു. 10ാമത്തെ ശ്ലോകം. ദുർഗാണ്യ അതിതരത്യാശു പുരുഷോത്തമം സ്തുവൻ നാമ സഹസ്രേണ നിത്യം ഭക്തി സമന്വിത. നിത്യവും ഭക്തിയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവൻ ദുർഘടങ്ങളെ പെട്ടെന്ന് തരണം ചെയ്യുന്നു. ഇതോടുകൂടി ക്ലാസ് തീർന്നു. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം നാരായണ. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം നമോ നാരായണായ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി.